അപ്പൊ വണക്കം മക്കളെ, ചെറുതായിട്ടൊന്ന് പാലക്കാട് വരെ പോയി. വേറെ ഒന്നല്ല, ഓഫീസിലെ ഹരിച്ചേണ്ട കല്യാണമാണ്. അപ്പൊ നേരെ വിട്ടു പാലക്കാടേക്ക്. നല്ല സൂപ്പർ മഴ ചെയ്തുകൊണ്ട് നമ്മൾ വിചാരിച്ചതിനേക്കാളും നേരത്തെ എത്താൻ പറ്റി. ഞാൻ മാത്രമല്ല കേട്ടോ, ഇവരൊക്കെ ഓഫീസിൽ നിന്ന് ചേട്ടൻ്റെ കല്യാണം കൂടാൻ അവിടെ നിന്ന് ഇവിടം വരെ വന്നവരാ. കല്യാണം കഴിക്കാൻ അത്ര വലിയ പാടില്ലെങ്കിലും ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പോകാൻ നല്ല പാടാ. അങ്ങനെ ഞങ്ങൾക്കും കിട്ടിയ ഒരു ഫോട്ടോ കിട്ടിയാൽ മാത്രം പോരാ, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വേണം. എന്തായാലേ ഫോട്ടോ എടുപ്പ് കഴിഞ്ഞ പിന്നെ ആചാരപ്രകാരം ഫുഡ് അടി എന്നാണല്ലോ. ചെന്നിരുന്ന് പറഞ്ഞ നേരം കൊണ്ട് കറിയെല്ലാം വന്നു. കൂട്ടത്തിൽ ഇത്രയും വലിയൊരു പപ്പടവും വന്നു. പായസം കുടിക്കാൻ ക്ഷമെന്നിച്ച് ചോറ് മൊത്തം സൈഡാക്കി. എന്നിട്ട് ഗ്ലാസ്സിലിരുന്ന പായസം അങ്ങോട്ട് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു പപ്പടം കൂടി വെച്ച് അങ്ങ് പൊടിച്ച്. പാലക്കാടൻ സദ്യ കൊണ്ടായിരിക്കണം പഴം ഉണ്ടായിരുന്നില്ല. ഐ മിസ് ദ ബനാന ഹിയർ. അതും കൂടി ഉണ്ടെങ്കിൽ ഒരു കോമ്പിനേഷൻ സെറ്റ് ആയിരുന്നു. പാലടയിൽ നിർത്തുമെന്ന് വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. പറക ശർക്കര പായസം ഉണ്ടായിരുന്നു. അതും കൂടി കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അങ്ങ് ഉറങ്ങിയ ഫീലായിരുന്നു. കല്യാണം കൂടി സദ്യയും കഴിച്ച് വീട്ടിൽ പോകാനിരുന്ന എന്നെ പിറ്റേ ദിവസത്തെ റിസപ്ഷനും കഴിഞ്ഞ് പോയതെന്നും പറഞ്ഞ് ഇവിടെ ഉള്ളവന്മാര് പിടിച്ചു നിർത്തി. അതിന്റെ പറകിലെ ചതി എനിക്ക് പിന്നെയാണ് മനസ്സിലായി. കിട്ടിയ ഗ്യാപ്പിൽ നമിത ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോ ചാമ്പമരം പൂത്തൊലിഞ്ഞ് നിൽക്കുന്നു. കണ്ടപാട് അത് പറിച്ച് ദൈവം വായിലാക്കി. അതിൽ പുഴു ഉണ്ടായിരുന്നു. അപ്പൊ ഇനിയാണ് മെയിൻ സ്റ്റോറി. ബാക്കിയുള്ളവരെല്ലാം സ്റ്റേക്ക് പ്രിപ്പയർ ആയി വന്നപ്പോ എന്റെ അടുത്ത് മാറിടാൻ ഷർട്ട് പോലും ഉണ്ടായിരുന്നില്ല. അത് എനിക്ക് കിട്ടിയ വല്ലാത്തൊരു പണിയായി പോയി. പിന്നെ അടുത്തുള്ള മാളിൽ പോയി ഒരു ഷർട്ട് മേടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ഷർട്ട് വാങ്ങിക്കാൻ പറ്റിയ ഒരു കട പോലും ഇല്ല. കഴിഞ്ഞു, മോള് തീർന്നു. ഇനി ഞങ്ങൾക്ക് തിരിച്ചു പോയി റൂമിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഈ സാധനം ഒരെണ്ണം വാങ്ങിച്ചു നോക്കി. സത്യം പറഞ്ഞാൽ കാണാനുള്ള ലുക്ക് മാത്രമേ ഉള്ളൂ, ആ കാശ് പോയത് മാത്രം മെച്ചം. എന്തായാലും ഞാൻ മൂഞ്ചി. എന്നാൽ ബാക്കിയുള്ളവരും കൂടി ഇതിന്റെ ടേസ്റ്റ് റെഡി എന്നും പറഞ്ഞാൽ എല്ലാവരെയും കൊണ്ട് നിർബന്ധിച്ച് കുറച്ച് കഴിപ്പിച്ചു. അതിനിടയിൽ നമിത ചേച്ചി ഓസ്കാർ ലെവലായിട്ട്. ഇവനാണെങ്കിൽ തിന്നാൻ കൊടുത്ത സാധനം വെച്ചിട്ട് ഓടക്കുഴൽ ഊത്ത പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ 1.5 മണിക്കൂറത്തെ മാളിൽ അംഗം വിട്ട് കഴിഞ്ഞ് നമ്മൾ ഇതേ ഷർട്ട് മേടിക്കാൻ പോയി. അപ്പൊ ഇതാണ് എല്ലാവരും കൂടി എനിക്ക് ചൂസ് ചെയ്ത് തന്ന ഷർട്ട്. എങ്ങനെയുണ്ട്? പക്ഷെ 750 കുറച്ച് കൂടിപ്പോയി. അങ്ങനെ പൈസ പോയ സങ്കടം പോയി ഞാൻ ചെന്ന് കയറി കൊടുത്തത് ഒരു ഹൈപ്പർ മാർക്കറ്റിൽ. പല്ലേക്കാൻ ബ്രഷും പേസ്റ്റൊക്കെ മേടിക്കണം. അപ്പൊ ഈ ബാക്കി കഥ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പൊ നിങ്ങൾ ഫോളോ സബ്സ്ക്രൈബ് ചെയ്യും. ഞാൻ പോയിട്ട് വരാം. ബൈ.